ഇന്നിവിടെ ഞാൻ സംസാരിക്കാനായി ഉദ്ദേശിക്കുന്നത് വായിൽ കാണുന്ന വിവിധതരം അസുഖങ്ങളെ പറ്റിയാണ്. മദ്യപാനം, പുകവലി, പാൻ പരാഗ്, പാൻ മസാലയുടെ ഉപയോഗങ്ങൾ ഭാവിയിൽ ഒരു ക്യാൻസറസ് ഏഞ്ചായിട്ട് മാറുവാൻ സാധ്യതയുണ്ട്. ഞാൻ ഡോക്ടർ സുജീഷ് കോശി, MIC മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി ആൻഡ് ഡെന്റിസ്ട്രിയുടെ മേധാവിയാണ്. ഇന്നിവിടെ ഞാൻ സംസാരിക്കാനായി ഉദ്ദേശിക്കുന്നത് വായിൽ കാണുന്ന വിവിധതരം അസുഖങ്ങളെ പറ്റിയാണ്. അതിൽ പ്രധാനപ്പെട്ടവയാണ് പ്രീ മലിഗ്നന്റ് ലീഷൻസ് ആൻഡ് കണ്ടീഷൻസ്. ഇത് വായിൽ കാണുന്ന വെളുത്തതും ചുവന്നതുമായ പാടുകളാണ്. വെളുത്ത പാടുകൾ എന്നുദ്ദേശിക്കുന്നത് ലൂക്കോപ്ലേക്കിയയും ചുവന്ന പാടുകൾ എർത്രോപ്ലേക്കിയ, ചുവന്നതും വെളുത്തതുമായ പാടുകളാണ് ലൈക്കൻ പ്ലാനസ്. അതേപോലെ തന്നെ നമ്മുടെ കവിളുകൾ വളരെയധികം മൃദുവാണ്. ഈ കവിളുകളിൽ കട്ടി തോന്നുകയും വാ തുറക്കുവാനുള്ള ബുദ്ധിമുട്ടുകളും അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുകളും ഉണ്ട്. ആ കണ്ടീഷന് പറയുന്ന പേരാണ് ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ്. ഇത് ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ: ഒന്ന്, മദ്യപാനം, പുകവലി, പാൻ പരാഗ്, പാൻ മസാലയുടെ ഉപയോഗങ്ങൾ; രണ്ടാമതായി ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, പോഷകാഹാരക്കുറവ്; അതേപോലെ തന്നെ സ്ട്രെസ് കൂടുതലുള്ള പേഷ്യൻസിലും ആൻസൈറ്റി കൂടുതലുള്ള പേഷ്യൻസിലും ഇങ്ങനെയുള്ള അസുഖങ്ങൾ കാണുവാൻ ചാൻസ് കൂടുതലാണ്. ഒന്നാമതായി ഇത് ട്രീറ്റ്മെന്റിൽ വരുന്നത് എന്ന് വെച്ചാൽ പേഷ്യൻസ് ഈ ഹാബിറ്റ്സ് ബ്രേക്ക് ചെയ്യുക, മദ്യപാനം, പുകവലി മുതലായവ ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഒരു റെഗുലർ ഡെന്റൽ ചെക്കപ്പ്, വാ വളരെ വൃത്തിയായി സൂക്ഷിക്കുക, എന്തെങ്കിലും ഷാർപ്പ് ടൂത്ത്, അതേപോലെ തന്നെ ക്ലീനിങ്, ഇതൊക്കെ റെഗുലറായിട്ട് ചെയ്യുവാൻ സാധിക്കണം. മൂന്നാമതായിട്ട് പോഷകാഹാരങ്ങൾ, അതായത് പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ മുതലായവ നമ്മുടെ ആഹാരക്രമത്തിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യേണ്ടതാണ്. ഏർലി ഡയഗ്നോസിസ് എപ്പോഴും വളരെ ആവശ്യമാണ്, അല്ലെങ്കിൽ ഇത് ഭാവിയിൽ ഒരു ക്യാൻസർ സ്റ്റേജായിട്ട് മാറുവാൻ സാധ്യതയുണ്ട്.